അമ്മ ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ്? ഉപ്മാവാ? ഇവിടെ വേറെ ഒന്നുമില്ലേ? ഉപ്മാവ് വേണോ വാവയ്ക്ക്? ഉപ്മാവ് വേണോ? അവനും വേണ്ട. പൊതുവെ എല്ലാ വീട്ടിലും ഉപ്മാവ് വേണമെന്ന് ചോദിക്കുമ്പോഴത്തെ അവസ്ഥ ഇതായിരിക്കുള്ളൂ. ഇന്നൊരു ഹെൽത്തി ഉപ്മാവ് ഞാൻ ഉണ്ടാക്കിത്തരാം. ഇത് കണ്ട ഒരാളും വേണ്ടാന്ന് പറയൂല. പ്രത്യേകിച്ചൊന്നുമില്ല, സാധാരണ ഉപ്മാവ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ കുറച്ച് സ്പെഷ്യൽ സാധനങ്ങളും കൂടെ ഒന്ന് ആഡ് ചെയ്താൽ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. കാര്യമായിട്ടാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തൊക്കെയാണ് എടുക്കണമെന്ന് ഞാനൊന്ന് ആദ്യം പറയാം. ആദ്യം സാധാരണ പോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റാണ് എടുത്തിരിക്കണേ. കുറച്ച് വേപ്പില, ഒരു 5 ബദാം, ഒരാളും കഴിക്കാറില്ല, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 ഈന്തപ്പഴവും സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. പരമാവധി ഉപ്മാവ് ഇതുപോലത്തെ സോസ് പാനിൽ വെക്കണതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചീനച്ചട്ടിയിലൊക്കെ ആണെങ്കിൽ അടിയിൽ ഫുൾ ഒട്ടിപ്പിടിക്കും. ഇതിലാവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ ഇതിലൊരു 2 സ്പൂണാണ് വെളിച്ചെണ്ണ ഒഴിച്ചേർക്കുന്നത്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, അതിലൊരു 1/2 ടീസ്പൂൺ കടുകിടാം. കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ നമ്മൾക്ക് ചെയ്യാമെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച ഒരു സവാള മുഴുവനും അതിലേക്ക് അങ്ങോട്ട് ഇടാം. സവാള ഇട്ട് കഴിഞ്ഞിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ വഴറ്റാൻ വേണ്ടി വെക്കാം. ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഫ്രൈ ആവേണ്ട കാര്യമില്ല, ഗോൾഡൻ ബ്രൗൺ അങ്ങനെയൊന്നും ആവേണ്ട കാര്യമില്ല. ഉപ്മാവല്ലേ, നമ്മളിത് കഴിഞ്ഞ് ചൂടുവെള്ളം ഒഴിക്കുന്നതാണ്. ഈ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടാൽ സവാള വേഗമാവും. എൻ്റെ അമ്മ എപ്പോഴും പറഞ്ഞു തരുന്നതാണ്. ശരിയാട്ടോ, ഉപ്പിങ്ങനെ ഇട്ടാൽ അത് വേഗമാവണ പോലെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് സവാള ഇതുപോലെ നല്ലപോലെ വരണ്ടു വരുമ്പോൾ നമ്മൾ നടുക്കൊരിങ്ങനെ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആ അരിഞ്ഞ് വെച്ചേർക്കണ ബദാം ഇടാം. പിന്നെ ഒരു 1.5 സ്പൂൺ ഞാൻ പൊട്ടുകടലയും കൂടി ഇടുന്നുണ്ട്. പൊട്ടുകടല ഇട്ടാൽ നല്ല ടേസ്റ്റാണ്, നല്ല ദഹനവും കിട്ടും നമ്മൾക്ക്. ഇനി നമ്മൾക്ക് നല്ലപോലെ പൊട്ടുകടലയും ബദാമും സവാളയും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇഞ്ചി, പച്ചമുളക്, നമ്മൾ എടുത്തു വെച്ച കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് വീണ്ടും ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ച ഡേറ്റ്സും നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അത് എല്ലാനും നല്ലപോലെ യോജിച്ചെടുക്കാം. അതെല്ലാനും ഒരു മിനിറ്റോളം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഒരു ക്യാരറ്റ് നമ്മൾ അരിഞ്ഞു വെച്ചെടുക്കണത് ചേർത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ യോജിപ്പിക്കാം. ഒരു കുറച്ച് നേരം എല്ലാനും നല്ല രീതിയിൽ ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾക്ക് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അതിലേക്ക് ചൂടുവെള്ളം, ഞാൻ ചൂടുവെള്ളമാണ് എടുക്കുന്നത്. 1 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കണത് കേട്ടോ. എന്നിട്ടത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ആ ക്യാരറ്റ് ഒന്ന് വേവാൻ വേണ്ടി ഒന്ന് വെച്ചിട്ട് നമുക്ക് തുറന്നിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഞാൻ ഒരു കുഞ്ഞി കപ്പ് റവയാണ് എടുക്കുന്നത്. കുഞ്ഞി കപ്പ് റവ അതിലേക്ക് അങ്ങോട്ട് നമ്മൾക്ക് ഇടാം. ഇട്ടിട്ട് എല്ലാം കൂടെ ഇളക്കി മറിച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ആ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ആ റവ അങ്ങോട്ട് ഇങ്ങനെ അമർത്തി വെച്ച് അങ്ങോട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് റവ എല്ലാനും വെള്ളത്തിലേക്ക് ഇങ്ങനെ അലിയാൻ വേണ്ടി താഴത്തേക്ക് ആവാൻ വേണ്ടി വെച്ചിട്ട് മൂടി വെച്ച് തീ കുറച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഈ വെള്ളം എല്ലാനും വറ്റി നല്ല രീതിയിൽ റവ വേവുകയും ചെയ്ത് കിട്ടും. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയാൽ ഇതേപോലെ വെള്ളം എല്ലാനും പറ്റി. നമ്മളപ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തീ കുറച്ചൊന്ന് കൂട്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം ഫുള്ള് വറ്റിയിട്ടുണ്ടാവില്ല. ചിലവർക്ക് ഉപ്മാവ് കുറച്ച് വെള്ളം പോലെ ഇങ്ങനെ ഇതാണ്, ചിലവർക്ക് നല്ല ഫുള്ള് ഉണങ്ങിയിരിക്കണ പോലെ തന്നെ. ഞങ്ങൾക്ക് ഇവിടെ കുറച്ചൊരു ഇതുപോലെ ലൂസായിട്ടാണ് ഇഷ്ടം. നല്ലപോലെ യോജിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമ്മളുടെ ഉപ്മാവ് അവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു സൂപ്പറാണ്, ഹെൽത്തിയുമാണ്.
എന്തായാലും മാമ്പഴത്തിൻ്റെ സീസണല്ലേ, മാമ്പഴത്തിൻ്റെ സീസണായ ഞങ്ങളുടെ വീട്ടിൽ നല്ലപോലെ മാങ്ങ കിട്ടാറുണ്ട്. അതിൻ്റെ കൂടെ എന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ മിക്ക ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും കൂടെ ഇതെടുക്കും. ഇപ്പോൾ പുട്ടായാലും ഞാൻ മാങ്ങ കൂട്ടിയാണ് കഴിക്കുക. നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതിന്. അപ്പോൾ ഈ ഉപ്മാവും മാങ്ങയുടെയും കോംബോ നിങ്ങളൊന്ന് നോക്കി നല്ല ടേസ്റ്റായിരിക്കുള്ളൂ, ഞാൻ ഉറപ്പ് തരുന്നു. അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടെ ആയ അന്തസ്. ഇങ്ങനത്തെ ഉപ്മാവ് വേണമെന്ന് ചോദിച്ചാൽ എനിക്ക് വേണം എന്നും പറഞ്ഞ് ആരും ഓടി വരുള്ളൂ, ഉറപ്പ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഉപ്മാവ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും, ഉറപ്പാണ്. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്